നമ്മുടെ നാട്ടിൽ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകളിൽ മുജാഹിദീങ്ങൾ, സലഫികളായ ഏതെങ്കിലും ഒരു പ്രവർത്തകർ ഒരു 2-3 മിനിറ്റിന്റെ ഒരു സംസാരം അതിലേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കാറുള്ളത്? നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പല ആളുകൾ തന്നെ പൂർണ്ണമായും ഒന്നും കേൾക്കാതെ ഉടനടി പേഴ്സണലായി വന്ന് പറയും, അത് ഡിലീറ്റ് ചെയ്യണം, അത് റിമൂവ് ചെയ്യണം. എന്തേ? ധാരാളം പ്രസംഗം വരുന്നുണ്ടല്ലോ, ഒന്നും പ്രശ്നമില്ല, ഇതിലെന്തേ പ്രശ്നം? ഇതിൽ തൗഹീദുണ്ട്, ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, ഇത് ശിർക്കിനെതിരെയുള്ള ശബ്ദമാണ്. അപ്പോഴാണ് പറയുന്നത് ഡിലീറ്റ് ചെയ്യണം. എന്ന് ചെയ്തില്ല എങ്കിലോ നമ്മെ റിമൂവ് ചെയ്യും. നേരെ മറിച്ച് തിരിച്ച് നമ്മൾ ചെയ്യാറുണ്ടോ? തിരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് സഹോദരങ്ങളെ. ഏതെങ്കിലും സമസ്തയിലുള്ള പ്രവർത്തകൻ നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒരു പ്രസംഗം ഇട്ടാൽ നമ്മൾ ആരെങ്കിലും ഡിലീറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ അവരോട് പേഴ്സണലായി പോയി പറയാറുണ്ട്, ഇതൊന്നും ഇടരുത് എന്ന് പറയാറുണ്ട്. എന്തേ നാം പറയാറില്ല? നമുക്ക് 100% ഉറപ്പാണ് അത് ബാത്തിലാണ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ കയ്യിലുള്ളത് 100% ഹക്കാണ്. ഇവിടെ ഏത് സഖാഫി ആയാലും ഏത് ഫൈസി ആയാലും അവരുടെ പ്രഭാഷണം നടത്തുന്നുണ്ടെങ്കിൽ ധൈര്യമായി മുജാഹിദീങ്ങളെ കേട്ടോളൂ, ഒരു പ്രശ്നവുമില്ല. കാരണം എന്തേ? ഞങ്ങൾക്ക് അതിലൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരാൾ മുജാഹിദ് ആകുന്നത് തന്നെ അടിസ്ഥാനപരമായ സംശയം തീരുമ്പോഴാണ്. അത് മനസ്സിലാക്കണം. ഒരാളുടെ അടിസ്ഥാനപരമായ സംശയം എന്തൊക്കെ തീരുന്നുണ്ടോ അപ്പോൾ അവൻ മുജാഹിദായി മനസ്സിലാക്കിയാൽ മതി.